നമസ്കാരം. ബോട്ട് റേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഈ സീസണിലെ വള്ളംകളി തുടങ്ങാൻ സമയമായി. ജൂലൈ 9-ാം തീയതി ചമ്പംകുളത്ത് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ക്ലബ്ബുകളും വള്ളംകളിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. പക്ഷേ വള്ളംകളിക്ക് വേണ്ട പ്രധാന ആയുധങ്ങളാണ് തുഴയും അമരപ്പങ്കായങ്ങളും. അപ്പോൾ നമ്മൾ ഈ അമരപ്പങ്കായം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അമരപ്പങ്കായം ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് താഴത്തങ്ങാടി, കോട്ടയം താഴത്തങ്ങാടി വള്ളംകളി സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അമരപ്പങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടിയിലുള്ള ഉത്തരങ്ങാടിയിലെ ജയമോഹൻ ചേട്ടന്റെ വർക്ക്ഷോപ്പിലാണ്. ഇവിടെയാണ് പ്രമുഖ ക്ലബ്ബുകളുടെ എല്ലാം അമരപ്പങ്കായങ്ങൾ നിർമ്മിക്കുന്നത്. പള്ളാത്തുരുത്തി, നിരണം, KTBC തുടങ്ങിയ എല്ലാ ക്ലബ്ബുകളുടെയും അമരപ്പങ്കായം നിർമ്മിക്കുന്നത് ജയമോഹൻ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ആ പങ്കായം ഉണ്ടാക്കുന്നതും ജയമോഹൻ ചേട്ടന്റെ വിശേഷങ്ങളും അറിയാം. ഇതാണ് നമ്മുടെ ജയമോഹൻ ചേട്ടൻ. ഇവിടെ അമരപ്പങ്കായത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയമോഹൻ ചേട്ടാ നമസ്കാരം. 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 ഇപ്പം പങ്കായത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഒരു പങ്കായം ചേട്ടൻ എത്ര ദിവസം എടുക്കും? 4 വെച്ചെടുക്കും. 4 വെച്ചെടുക്കും അല്ലേ? ഇതിപ്പോ ആർക്ക് വേണ്ടിയാ നിർമ്മിക്കുന്നത്? ഇത് നിരണം. നിരണം വേണ്ടിയാ. അവരുടെ എത്ര പങ്കായ അവർക്ക്? 5 പങ്കായ. ഇത് എന്ത് തടിയാ ഉപയോഗിക്കുന്നത്? ഇത് ആഞ്ഞിലിയാണ്. ആഞ്ഞിലി അല്ലേ? ആഞ്ഞിലിത്തടിയിലാണ് എല്ലാ പങ്കായ ആഞ്ഞിലിത്തടിയാണ്. മിക്കവാറും ഞങ്ങളായും ആഞ്ഞിലിത്തടിയിലാണ്. ചേട്ടാ അപ്പൊ എങ്ങനെ ഈ പങ്കായം നിർമ്മിക്കുന്നത്? ഞങ്ങൾ നമ്മള് 10 അടി നീളമുള്ള ഒരു ഉരുളയെന്നാണ് 2.25 ഇഞ്ച് കനത്തിൽ കീറും. ആദ്യം കീറി വെച്ച് തളിരായിട്ട് കീറി എടുത്തിട്ട് മറ്റേന്നാണ് നമ്മൾ ആദ്യം പണി തുടങ്ങുന്നത്. പിന്നെ നമ്മള് വരച്ച് ഇതുപോലെ ഇത് വരച്ച് ഇതുപോലെ വരച്ചിട്ട് അത് ചെത്തിയെടുക്കും. എല്ലാം കൈ കൊണ്ട് എത്ര ദിവസം എടുക്കും ഒരു 4 വെച്ചെടുക്കും. 4 ദിവസം. ഇത് ഈ കാണുന്ന ഒരു തടി അത് വരച്ചിട്ട് കീറി കട്ടണ കീറി എടുക്കുന്നത്. അത് മാത്രമേ മെഷീനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ ചിന്തേരുന്ന് എത്ര വെയിറ്റ് കാണും ഒരു പങ്കായത്തിന്? ഒന്നാം പങ്കായ ഒരു 4 കിലോ 4 കിലോയ്ക്ക് ഫസ്റ്റ് എടുക്കും. പിന്നീട് ഉണങ്ങി കഴിയുമ്പോൾ വെയിറ്റ് മാറും. എത്ര വർഷം ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് ഓരോ കളിക്ക് ഉപയോഗിക്കുന്ന പോലെ എങ്കിലും ഒരു സീസൺ അല്ല. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ടൗണിന് പറഞ്ഞാൽ ചമ്പക്കുളം വലിക്ക് ചെത്തിയത് പറയുകയാണ്. ഒരു നടുഭാഗത്തെ 2 പ്രാവശ്യം കളിച്ചത് 3 വർഷം അവർക്ക് കളിക്കാൻ പറ്റി. ഏതൊക്കെ ക്ലബിന് വേണ്ടിയാ ചെയ്യുന്നത്? പള്ളാത്തുരുത്തി ബോട്ട് ഉണ്ട്, പിന്നെ നിരണം ഉണ്ട്, KTBC ഉണ്ട്, BBC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തിക്ക് വേണ്ടി ചെയ്തിരുന്നു? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അവര് കഴിഞ്ഞ വർഷം ജയിച്ചിരിക്കുന്ന KTBCയും വർഷങ്ങളായി. എത്ര വർഷമായി ഈ ഫീൽഡിലായിട്ട്? ഒരു 22 വർഷം കഴിഞ്ഞ്. അപ്പം 22 വർഷമായിട്ടും ഇങ്ങനെ അവരെ പങ്കായം. അപ്പം വിജയികളായ ഒത്തിരി പേര് കാണുമായിരിക്കുമല്ലോ ഈ പങ്കായത്തിൽ. നമ്മള് ആദ്യം ചെത്തുന്ന 97 ആലപ്പാട് ടൗൺ ബോട്ട് ക്ലബ്ബ് ആദ്യമായിട്ട് ചെത്താൻ പറയുന്നത്. അന്ന് വർഷം കപ്പടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ചെറുവന, അത് കഴിഞ്ഞ് പായിപ്പാട്, ടൗണിന് കൂടുതലും ചെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേമ്പനാട് ബോട്ട് ക്ലബ്ബ്, വില്ലേജ് ബോട്ട് ക്ലബ്ബിന് എത്തി. കുമരകത്ത് എല്ലാ ക്ലബ്ബുകൾക്കും വേണ്ടി എത്തിയിട്ടുണ്ട്. കുമരകത്തല്ലേ താമസിക്കുന്നത്? കുമരകത്തായിരുന്നു. ഞാനത് ഇപ്പം ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ട് 2 വർഷം. അതേപോലെ ഇതാണ് 5 പങ്കായം ചെത്തി. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് പള്ളാത്തുരുത്തി. ഇത് ഒന്നാം പങ്കായം. ഇതിന് എത്ര നീളം വരും? ഇത് 9.5 അടി. 9.5 അടി. അപ്പൊ ഈ അമരപ്പൊക്കം അനുസരിച്ചാണോ പങ്കായത്തിന്റെ? ഓരോ വള്ളത്തിനും
ഓരോ അപ്പൊ ഇപ്പൊ ഈ വർഷം ഇവര് മേൽപ്പാടം കളിക്കുമ്പോൾ അടുത്ത വർഷം മാറി മറ്റൊരു ബോളാണെങ്കിൽ പങ്കായം മാറേണ്ടി വരുമോ? പങ്കായം നീളം കുറയ്ക്കണം. നീളം കുറയ്ക്കേണ്ടി വരും. അപ്പൊ നീളം കൂടുതലുള്ളതാണെങ്കിൽ വേറെ പങ്കായം വേറെ അങ്ങനെയാണ്. 5 പങ്കായങ്ങൾ വെച്ചല്ലേ? ഇത് ഏകദേശം ഒരു മാസം എടുത്ത് ആയോ? ഇത് തന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. ഒരു മാസമായി അല്ലേ? ഞങ്ങൾക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്ന കാരണം. ഈ ആഞ്ഞിലിത്തടി എന്ന് പറഞ്ഞാൽ പച്ചത്തടി തന്നെ നിർബന്ധമാണോ? ഈ ചെത്തിയിട്ടിരിക്കുന്ന അടിയാവുന്ന കൂടി വെള്ളം വലിഞ്ഞു കിടക്കുന്ന തരി ഉണങ്ങി ഏകദേശം വെയിറ്റ് കുറഞ്ഞ് കിട്ടാൻ. ഇപ്പൊ ഈ ഒരു പങ്കായത്തിന് എത്ര രൂപ ഏകദേശം നിങ്ങൾ വരുന്നുണ്ട്? ഞങ്ങളിത് തടി ഉൾപ്പെടെയാണെങ്കിൽ 8,500 ഒരു പങ്കായത്തിന്. തടി ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്, അല്ല തടി എടുത്ത് തരുന്നവരുണ്ട്. തടി എടുത്ത് അവരുടെ ഇഷ്ടത്തിന് തടി എടുത്ത് തരുന്ന. അപ്പൊ പിന്നെ നമുക്ക് അച്ചുകൂലി ആയിരിക്കും. തടി ആഞ്ഞിലിയുടെ ഉരുള് വണ്ണം അനുസരിച്ച് വില റേറ്റ് വ്യത്യാസം വരും. ഇതൊരു 75 വണ്ണമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല തടിയത്തിന് കാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. വണ്ണം കുറഞ്ഞാണെ കിട്ടത്തില്ല, വെള്ളം കയറി. അപ്പൊ ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വർക്കുണ്ടോ? ഇല്ല ഇതിന് സീസൺ കഴിഞ്ഞാൽ ജയമോചേട്ടന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ചേട്ടൻ പേരെന്താ? ബിജു. എവിടെ താമസിക്കുന്നത്? ചേകളത്ത്. അപ്പൊ ചേട്ടനാണ് ഇതിന്റെ ബാക്കി കൈപ്പണികൾ എല്ലാം ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിപ്പോ എത്ര വരുവായി ചെത്തി എടുക്കുന്നുള്ളൂ? ഇവിടെ കഴിഞ്ഞ വർഷം എത്ര ക്ലബിനോടെ എത്തിയത്? കഴിഞ്ഞ വർഷം 3 ക്ലബ് ഉണ്ട്. 3 ക്ലബ്. ഇത്തവണ 5 ക്ലബായി. ഓക്കെ. അപ്പം ഈ നമ്മൾ അമരത്തോടെ ചെറിയ മോഡലുകളൊക്കെ ചെത്തി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? ചെയ്യാലോ, കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ താഴെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ തുകകളൊക്കെ ചെത്തി തരാനും അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നത്. അപ്പൊ ഇന്റീരിയർ വർക്ക് ഡിസൈനറുടെ അല്ലേ അതോടെ ചെയ്യുന്നു. അപ്പൊ ജയമോൻ ചേട്ടന്റെ ശരിക്കുമുള്ള തൊഴിൽ ഇന്റീരിയർ ഡിസൈനർ ആണ്. അപ്പൊ വർക്ക് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പമാണ് ഇത് ഏകദേശം 25 വർഷമായിട്ട് ഈ അമര പങ്കായത്തിന്റെ ഇതിലേക്ക് വന്നേക്കുന്നത്. അപ്പം ജയമോൻ ചേട്ടൻ എല്ലാവിധ ആശംസകളും. ജയമോൻ ചേട്ടൻ ചെത്തുന്ന കളത്തിലൊക്കെ കപ്പടിക്കട്ടെ, അല്ലെ ആ പങ്കായം കൊണ്ട് കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.